ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ, തിരുവചനത്തിലേക്ക് നോക്കി തിരുവചന സത്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം വീണ്ടും ഒരവസരം കൂടെ നമുക്ക് നൽകി തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ വരെയുള്ള പുസ്തകങ്ങളിലൂടെ, ചരിത്ര പുസ്തകങ്ങളിലൂടെ നാം ഒന്ന് അതിവേഗം ചിന്തിച്ച് മുന്നോട്ട് വരികയുണ്ടായി. എന്നാൽ അല്പം സ്പീഡ് കൂടുതലായിരുന്നുവെന്നും ഒന്നുകൂടെ ഒന്ന് ക്ലിയറാക്കി അല്പം കൂടെ സ്പീഡ് കുറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും ഗ്രഹിക്കുവാൻ നല്ലത് എന്നുള്ളതായൊരു അഭിപ്രായം വരികയുണ്ടായി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് ഗ്രഹിക്കാൻ തക്കവണ്ണം ഏറ്റവും ലളിതമായി, വലിയ ആഴമേറിയ പഠനങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഏറ്റവും ലളിതമായി മനസ്സിലാകത്തക്കവണ്ണം ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് ചിന്തിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഏതാണ്ട് 50 വർഷത്തെ ഗ്യാപ്പ്, മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വേദഭാഗങ്ങൾ ഏതാണ്ട് 50ഓളം വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് എഴുതപ്പെട്ടത്. ഈ 50 വർഷത്തെ ഗ്യാപ്പിൽ എഴുതപ്പെട്ടതായ പുസ്തകങ്ങൾ ഏതാണ്ട് 8ഓളം എഴുത്തുകാർ, 9 എന്ന അഭിപ്രായമുണ്ട്, ഏതാണ്ട് 8ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് പുതിയ നിയമം. ഈ 8 എഴുത്തുകാർ, 9 എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. പക്ഷേ നമുക്ക് അല്പം വ്യക്തമായിട്ട് മനസ്സിലാകത്തക്കവണ്ണം ചിന്തിക്കുമ്പോൾ 8 പേരാലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയാണ് എഴുത്തുകാരെന്ന് പറയാൻ ശ്രമിക്കാമോ? ഈ എഴുത്തുകാർ ആരൊക്കെയാണ്? 4 സുവിശേഷങ്ങൾ എഴുതിയവർ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയത്, സുവിശേഷം എഴുതിയ ലൂക്കോസ് തന്നെയാണ്. പിന്നീട് നാം കാണുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളാണ്. 9 ലേഖനങ്ങളുണ്ട്. പൗലോസ്ലീഹായുടെ 14 ലേഖനങ്ങളുണ്ട്. ആ ലേഖനങ്ങളാണ് പിന്നീട് നാം കാണുന്നത്. അത് പൗലോസ്ലീഹയാണ് എഴുതിയത്. അപ്പോൾ 5. 6 യാക്കോബ്, 7 പത്രോസ്, 1-2 ലേഖനങ്ങൾ പത്രോസ്, 8 യോഹന്നാൻ്റെ ലേഖനം എഴുതിയ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. സുവിശേഷം എഴുതിയ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. ഒടുവിലത്തെ യൂദായുടെ ലേഖനം, യൂദ എഴുതിയ ലേഖനം. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ശ്ലീഹയാണ് എഴുതിയത്. അങ്ങനെ 8 എഴുത്തുകാരാൽ 50 വർഷത്തെ, ഏകദേശം 50 വർഷത്തെ ഗ്യാപ്പിൽ എഴുതപ്പെട്ടതാണ് ഈ പുതിയ നിയമ പുസ്തകം. ചിലരും ക്ലിയറായെന്ന് കരുതുകയാണ്. നമ്മൾ മനസ്സിലിരിക്കണം, അതിൽ എബ്രായ ലേഖനം ആരാണ് എഴുതിയത് എന്ന് വേദപുസ്തകത്തിൽ നാം കാണുന്നില്ല. എന്നാൽ എഴുത്തിൻ്റെ ശൈലിയും അതിൻ്റെ കോട്ടിങ്സും എല്ലാം വെച്ചുകൊണ്ട് മിക്കവാറും വേദപണ്ഡിതന്മാരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് പൗലോസ്ലീഹയാണ് എഴുതിയതെന്നാണ്. അല്ല വേറൊരാളാണെങ്കിൽ 9 പേർ. അങ്ങനെയാണ് പുതിയ നിയമപുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. 8 എഴുത്തുകാരാൽ ഏതാണ്ട് 50ഓളം വർഷത്തിനിടയിൽ എഴുതപ്പെട്ട പുതിയ നിയമ
പുസ്തകം. ഈ പുതിയ നിയമ പുസ്തകങ്ങളെ 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ചരിത്ര പുസ്തകങ്ങളാണ്. ചരിത്ര പുസ്തകങ്ങൾ 5 എണ്ണമുണ്ട്. ചരിത്ര പുസ്തകങ്ങൾ 5 പുസ്തകങ്ങളുണ്ട്. ഏതെല്ലാമാണ് ചരിത്ര പുസ്തകങ്ങൾ? ഏതെല്ലാമാണ് 5 പുസ്തകങ്ങൾ? ഏതെല്ലാമാണ് ചരിത്ര പുസ്തകങ്ങൾ? 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും. ഈ 5 പുസ്തകങ്ങളിലാണ് ചരിത്രം നീങ്ങുന്നുള്ളൂ. മറ്റ് പുസ്തകങ്ങളിലൊന്നും ചരിത്രം നീങ്ങുന്നില്ല, ലേഖനങ്ങളാണ്. ചരിത്രം നീങ്ങുന്ന പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയുമാണ്. അങ്ങനെ ചരിത്ര പുസ്തകങ്ങളായി 5 പുസ്തകങ്ങൾ നാം കാണുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി. വീണ്ടും ലേഖനങ്ങളാണ്. ലേഖനങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളുണ്ട്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളുണ്ട്. പത്രോസ്ലീഹ എഴുതിയ 2 ലേഖനങ്ങളുണ്ട്. യോഹന്നാൻ സ്ലീഹ എഴുതിയ 3 ലേഖനങ്ങളുണ്ട്. യാക്കോബിൻ്റെ ലേഖനമുണ്ട്. യൂദായുടെ ലേഖനമുണ്ട്. ഇങ്ങനെ ലേഖനങ്ങളുണ്ട്. ആ ലേഖനങ്ങളെ തന്നെ നാം പലതായിട്ട് തിരിക്കാം. അതിൽ സഭകൾക്കുള്ള ലേഖനങ്ങളുണ്ട്. സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ ഏതെല്ലാമാണ്? സഭകൾക്കുള്ള ലേഖനങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. സഭകൾക്കുള്ള ലേഖനങ്ങൾ. കൊരിന്ത്യ സഭയ്ക്കുള്ള 2 ലേഖനങ്ങളുണ്ട്. റോമറിലുള്ള വിശ്വാസികൾക്ക്, റോമ സഭയ്ക്ക്, റോമർക്ക് എഴുതിയ ലേഖനമുണ്ട്. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനമുണ്ട്. എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനമുണ്ട്. പിന്നെ ഫിലിപ്പിയ വിശ്വാസികൾക്ക് എഴുതിയ, ഫിലിപ്പിയിലുള്ളതായ സഭകൾക്ക് എഴുതിയ ലേഖനമുണ്ട്. കൊലോസിയ സഭയ്ക്ക് എഴുതിയ ലേഖനമുണ്ട്. ഇങ്ങനെ 9 ലേഖനങ്ങൾ, സഭകൾക്കുള്ള 9 ലേഖനങ്ങൾ നാം കാണുന്നുണ്ട്. റോമർ, 1, 2 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസി ലേഖനം, 1, 2 തെസ്സലോനിക്കർക്കുള്ള ലേഖനം. ഇങ്ങനെ 9 ലേഖനങ്ങൾ നാം കാണുന്നുണ്ട്. സഭകൾക്കുള്ള 9 ലേഖനങ്ങൾ. വീണ്ടും സഭാ ശുശ്രൂഷകൾക്കുള്ള ലേഖനങ്ങളുണ്ട്. സഭാ ശുശ്രൂഷകൾക്കുള്ള ലേഖനങ്ങളുണ്ട്. സഭകൾക്കുള്ള ലേഖനങ്ങൾ എത്രയാണ്? 9 ലേഖനങ്ങൾ സഭകൾക്കുള്ള ലേഖനങ്ങൾ. സഭാ ശുശ്രൂഷകൾക്കുള്ള ലേഖനങ്ങളുണ്ട്. 4 ലേഖനങ്ങൾ സഭാ ശുശ്രൂഷകൾക്കുള്ള ലേഖനങ്ങളാണ്. വ്യക്തികൾക്കുള്ളതായ ലേഖനങ്ങൾ, പൊതുലേഖനങ്ങളുണ്ട്. പൊതുലേഖനങ്ങൾ, പൊതുവിനുള്ളതായ ലേഖനങ്ങൾ 7 എണ്ണമുണ്ട്. പൊതുവിനുള്ളതായ ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ ഓരോന്നും നമ്മളെടുത്ത് പഠിക്കുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം മുതൽ ഫിലേമോന് എഴുതിയതായ ലേഖനം വരെയുള്ള 13 ലേഖനങ്ങൾ സഭകൾക്കായും വ്യക്തികൾക്കായും പൗലോസ്ലീഹ എഴുതുന്നതാണ്. ആദ്യത്തെ 9 ലേഖനങ്ങൾ സഭകൾക്കുള്ള ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഈ ലേഖനങ്ങളെല്ലാം, നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഈ ലേഖനങ്ങളെല്ലാം
സഭകളിൽ ഉടലെടുത്തതായ പ്രശ്നങ്ങളുണ്ട്. പുതിയ നിയമ സഭയിൽ ഉടലെടുത്തതായ ചില പ്രശ്നങ്ങളുണ്ട്. ഈ ലേഖനങ്ങൾ, സഭകൾക്കുള്ള ലേഖനങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ആദിമസഭയിൽ മുതൽ വിശ്വാസികളുടെ ഇടയിലും വിശ്വാസികളുടെ ജീവിതത്തിലുമെല്ലാം കുഴച്ചിലുകളുണ്ട്. സഭയിൽ ഉയർന്നു വന്നതായ പല പ്രശ്നങ്ങളുമുണ്ട്. ഇങ്ങനെ സഭയിൽ ഉടലെടുത്തതായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതായ കാര്യങ്ങൾ, സഭയിൽ ഉടലെടുത്തതായ പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് എഴുതിയവയാണ് സഭകൾക്കുള്ള ലേഖനങ്ങൾ. അവസാനത്തെ 4 വ്യക്തികൾക്കുള്ള ലേഖനങ്ങൾ സഭാ ശുശ്രൂഷകർക്കുള്ള ലേഖനങ്ങളാണ്. അത് ഇടയ ലേഖനങ്ങൾ എന്ന് പറയുന്നുണ്ട്. വ്യക്തികൾക്കുള്ളതായ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങൾ, സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടയന്മാർ, ശുശ്രൂഷകന്മാർ, ഇടയന്മാർക്കുള്ള ലേഖനങ്ങളാണ് 4 ലേഖനങ്ങൾ. ഓരോ സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ശാക്തീകരിക്കുന്നതിനും അവരുടെ കർത്തൃത്വങ്ങൾ ശരിയായി ചെയ്ത് നിറവേറ്റിക്കൊണ്ട് ആടുകളെ പരിപാലിക്കുന്നതിന് വേണ്ടി എഴുതിയവയാണ് ഇടയ ലേഖനങ്ങൾ. പ്രത്യേകിച്ച് സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാം കൂടെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കേണ്ട ലേഖനങ്ങളാണിതെല്ലാം. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ആടുകളെ, വിശ്വാസികളെ പരിപാലിക്കുന്നവർ, അവരെ ആത്മാവിൽ ശാക്തീകരിക്കേണ്ടതിനും അവരുടെ ശുശ്രൂഷകൾ ശരിയായി നിറവേറ്റേണ്ടതിനും വേണ്ടി എഴുതിയവയാണ് ഇടയ ലേഖനങ്ങൾ. സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ, ആദ്യത്തെ ലേഖനം റോമർക്ക് എഴുതിയ ലേഖനമാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ചിന്താവിഷയം വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രധാനമായി നാം കാണുന്നത്, അതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് എഴുതിയിരിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കൊരിന്ത്യ സഭയിലേക്ക് വരുമ്പോൾ കൊരിന്ത്യ സഭയിലുള്ളവർ നീതീകരിക്കപ്പെട്ടവരെ പോലെ ജീവിച്ചില്ല. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ട്, ദുർനടപ്പുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോസ്തോലൻ്റെ അപ്പോസ്തോലത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന, തുമ്പന്വേഷിക്കുന്ന പ്രകടനങ്ങൾ, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി, നീതീകരിക്കപ്പെട്ടവരെ പോലെ കൊരിന്ത്യയിലുള്ളവർ ജീവിച്ചില്ല, അവർക്ക് ആലോചനകളും ശാസനകളും നൽകുന്നു. ഗലാത്യ സഭയിലേക്ക് വരുമ്പോൾ നീതീകരണത്തിന് വേണ്ടി അവർ പ്രവൃത്തികളെ കൂടെ കൂട്ടിച്ചേർത്തു. ന്യായപ്രമാണത്തിന് പ്രവൃത്തികളൂടെ വേണമെന്ന് പഠിപ്പിച്ച് നീതീകരണത്തിന് വേണ്ടി പ്രവൃത്തികളെ കൂടെ അവർ കൂട്ടിച്ചേർത്തു. ഈ ലേഖനങ്ങളിലെല്ലാം ഇവരുടെ എല്ലാം തെറ്റുകളെ വ്യക്തമായും ശക്തമായും തിരുത്തുകയാണ്. നീതീകരിക്കപ്പെട്ടവരെ പോലെ ജീവിക്കാത്ത, തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയതായ വചനം അനുസരിച്ച് നിൽക്കാത്ത, വചനപ്രകാരം ജീവിതം ക്രമീകരിക്കാത്ത കൊരിന്ത്യ വിശ്വാസികളെ, അവരുടെ തെറ്റുകളെ വ്യക്തമായും ശക്തമായും തിരുത്തിക്കൊണ്ടെഴുതുന്ന ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. വിശ്വാസത്താൽ നീതീകരണമെന്ന് അവർക്ക് ലഭിച്ചു കിട്ടിയതായ ദൈവത്തിൻ്റെ വചനത്തോട് പ്രവൃത്തികളെ കൂടെ കൂട്ടിച്ചേർത്തതായ ഗലാത്യ വിശ്വാസികൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി അവരുടെ മുമ്പിൽ വരച്ചു കിട്ടിയിട്ടും
ക്ഷുദ്രം ചെയ്ത് മയങ്ങി പയക്കിയവരെ പോലും മറ്റു വലതിൻ്റെയും പിന്നാലെ അവർ മുന്നോട്ട് പോകുന്നു. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയവത് ആര് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ ശക്തമായോട് സംസാരിക്കുകയാണ്. നിങ്ങൾ വേറെ ഒരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ് ഗലാത്യയിലെ വിശ്വാസികളോട് 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി വേറെ ഒരു സുവിശേഷം നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നപ്പോൾ വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്നാൽ നിങ്ങൾ അതിനോട് പ്രവൃത്തികളെ കൂടെ കൂട്ടിച്ചേർക്കാൻ നോക്കി. ഞാൻ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾ ഇത്ര വേഗത്തിൽ മറിഞ്ഞു പോകുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞാൻ തന്നെ നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞാൽ, അല്ല ഇനി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെ വന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞാലും സഭയെ സംബന്ധിച്ചിടത്തോളം അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. കാരണം അപ്പോസ്തലൻ അവരുടെ അടുക്കൽ കടന്നു ചെന്ന് അറിയിച്ചത് അപ്പോസ്തലൻ്റെ അഭിപ്രായങ്ങളല്ല, അപ്പോസ്തലൻ്റെ ചിന്താഗതികളല്ല അവരോട് പറഞ്ഞത്. അവരോട് പറയുവാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വന്തം അഭിപ്രായമല്ല പറഞ്ഞത്, സ്വന്തം ഇഷ്ടമല്ല അവരുടെ അടുക്കൽ ഉപദേശിച്ചത്. കർത്താവ് അപ്പോസ്തലനോട് പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചതായ കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഗലാത്യയിൽ കടന്നു ചെന്ന വിശ്വാസികളോട് അറിയിച്ചത്. എന്നാൽ അവർ വേഗം തന്നെ വേറെ ഒരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നതായ ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം നമുക്കെടുക്കാം. 1-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് കർത്താവ് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുവാണ്, ഞാൻ കർത്താവ് ഏൽപ്പിച്ചത് പറഞ്ഞത് മനുഷ്യർക്ക് അത്ര സന്തോഷമായില്ല. മനുഷ്യർക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് അത്ര സ്വീകാര്യമായില്ല. അപ്പോസ്തലൻ ചിന്തിക്കുകയാണ്, ഞാൻ ഈ മനുഷ്യരെ ഒന്നങ്ങ് പ്രസാദിപ്പിച്ച് അല്പം മാറ്റം വരുത്തിയാലോ? കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോസ്തലൻ കർത്താവ് പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചത് പറഞ്ഞു. അത് മനുഷ്യർക്ക് എല്ലാവർക്കും അത്ര പ്രസാദമായില്ല. അപ്പോൾ ഇനി മനുഷ്യരെ കൂടെ ഒന്ന് പ്രസാദിപ്പിച്ചില്ലെങ്കിൽ അപ്പോസ്തലൻ ചിന്തിക്കുകയാണ്, ഒന്ന് മാറ്റി പറഞ്ഞേക്കാം, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഒന്ന് മാറ്റി പറഞ്ഞേക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 10-ാം വാക്യം, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും
ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി പറഞ്ഞപ്പോൾ അതിലേക്ക് എല്ലാവരും മറിഞ്ഞുപോയി. അതാണ് ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് നിങ്ങളെ വിളിച്ചതിനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവരുടെ ഇടയിൽ ആ കൊരിന്ത്യ സഭ നാം പഠിക്കുമ്പോൾ, മുന്നോട്ടുള്ള ലേഖനങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് വ്യക്തമായി അവർക്ക് ആലോചന കൊടുത്തു. പക്ഷേ അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കിത് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. അവർ യഹൂദന്മാരുടെ മര്യാദയോടെ ചെയ്യാൻ നോക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ ആ കാര്യങ്ങൾ അല്പം നാം കാണുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ആദ്യത്തെ സിന്നഡ് കൂടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. യെരുശലേം സുന്നഹദോസാണ് ആദ്യത്തെ സുന്നഹദോസ്. സഭയുടെ ആദ്യത്തെ സിന്നഡ് യെരുശലേം സുന്നഹദോസാണ്. ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സിന്നഡ് കൂടുന്നത്. കാരണം ആ വിഷയങ്ങളെല്ലാം ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ അല്പം കൂടി അവർ കൂട്ടിച്ചേർത്തു. വേറൊരു സുവിശേഷത്തിലേക്ക് അവർ മറിഞ്ഞുപോയി. ആ കാര്യം അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. എല്ലാവരും അങ്ങ് മറിഞ്ഞുപോയി. അത് വേറൊരു സുവിശേഷമെന്നല്ല, അങ്ങനെ പോലും പറയാൻ പറ്റില്ല. ചിലർ നിങ്ങളെ കലക്കി, നിങ്ങളുടെ ഇടയിൽ കലക്കമുണ്ടാക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. നമുക്ക് ചേർന്ന് പാടാം. പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം. പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേ നിദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി ആരാനും വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. ഇപ്പോൾ ഗലാത്യ സഭയിലെ വിശ്വാസികൾ, കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ നീതീകരിക്കപ്പെട്ടവരെ പോലെ ജീവിച്ചില്ല. ഗലാത്യ സഭയിലെ വിശ്വാസികൾ നീതീകരണത്തിനായി പ്രവൃത്തികളെ കൂടെ കൂട്ടിച്ചേർത്തു. പൗലോസ് ലേഖനങ്ങളിലൂടെ ഇവരുടെ എല്ലാം തെറ്റുകളെ വ്യക്തമായും ശക്തമായും തിരുത്തുകയാണ്. നീതീകരിക്കപ്പെട്ടവർ ഒരു ശരീരമായി മാറുന്നു. യഹൂദനെന്നോ യവനനോ വ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്ന്. നീതീകരിക്കപ്പെട്ടവർ ഒരു ശരീരമായി തീരുന്നു. ആ ശരീരം എങ്ങനെ ശരിയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആലോചനയാണ് എഫേസ്യ ലേഖനത്തിൽ നൽകുന്നത്. നീതീകരിക്കപ്പെട്ടവർ ഒരു ശരീരമായി മാറുന്നു.
ആ ശരീരം എങ്ങനെ ശരിയായി പ്രവർത്തിക്കണമെന്ന് എഫേസ്യ ലേഖനത്തിൽ വിവരിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയ ലേഖനം ഈ ശരീരത്തിൽ, സഭ എന്ന ശരീരം, ക്രിസ്തു തലയും സഭ ശരീരവും, ഫിലിപ്പിയ സഭ ഈ ശരീരത്തിൻ്റെ ഐക്യത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അറിയുമ്പോൾ, ഒരുമിച്ച് പോകാൻ തക്കവണ്ണം, ഐക്യത്തിൽ പോകാൻ തക്കവണ്ണം വരുന്നതായ പ്രശ്നങ്ങളെ ഫിലിപ്പിയ സഭ അറിയുമ്പോൾ, കൊലോസ്യ സഭ ശരീരത്തിൻ്റെ തലയെ മറക്കുന്നു. ഫിലിപ്പ സഭയിൽ പ്രശ്നങ്ങൾ വരുന്നു, ഒരുമിച്ച് പോകേണ്ടതാണ്, പ്രശ്നങ്ങൾ വരുന്നു. കൊലോസ്യ സഭയിലേക്ക് വരുമ്പോൾ തലയെ മറക്കുന്നു, തലയായ ക്രിസ്തുവിനെ മറക്കുന്നു, ശരീരത്തിൻ്റെ തലയെ മറക്കുന്നു. ചില പ്രത്യേക ഉപദേശങ്ങളാൽ, ഈ ലേഖനങ്ങളിലൂടെയൊക്കെ നൽകുന്നതായ ചില പ്രത്യേക ഉപദേശങ്ങളാൽ ഇവിടെയെല്ലാം പൗലോസിൻ്റെ ഈ ഉപദേശങ്ങൾ സഭയിലെ വിശ്വാസികൾക്ക് അവരുടെ തെറ്റുകളെ തിരുത്തുവാൻ ഏറ്റവും ആവശ്യമായവയാണ്. ഈ ശരീരം ഇന്നും ജീവിക്കുന്നു. സഭയാകുന്ന ശരീരം, ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരം ഇന്നും ജീവിക്കുന്നു. ഭാവിയിലേക്ക് നോക്കുന്നു, വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യാശ. അവർ ഭാവിയിലേക്ക് നോക്കുന്നു. തെസ്സലോനിക്ക ലേഖനം പ്രധാനമായും ഭാവിയിലേക്ക് നോക്കുകയാണ്. ക്രിസ്തു മടങ്ങി വരുമ്പോൾ വിശ്വാസികളെ തന്നോട് ചേർക്കുന്നതായ പ്രത്യാശയെ വിവരിക്കുകയാണ് തെസ്സലോനിക്ക ലേഖനം. സഹോദരന്മാരെ, നിങ്ങൾ നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവർ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പ്രത്യാശയെ വിവരിക്കുകയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ പ്രത്യാശയെ വിവരിക്കുകയാണ്. വീണ്ടും 4 ഇടയ ലേഖനങ്ങളുണ്ട്. 4 ഇടയ ലേഖനങ്ങൾ ശുശ്രൂഷക്കാരെ ശക്തീകരിക്കുവാൻ വേണ്ടി എഴുതിയവയാണ്. യൗവനക്കാരായ ശുശ്രൂഷക്കാരെ ശക്തീകരിക്കാൻ വേണ്ടി എഴുതിയ ലേഖനങ്ങൾ. സഭകൾക്കുള്ള ലേഖനങ്ങൾ സഭയിലെ ഓരോ വ്യക്തികളെയും ഉദ്ദേശിച്ചാണെങ്കിൽ, ഇടയ ലേഖനങ്ങൾ പ്രധാനമായും നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പുതിയ നിയമ പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ എന്ന വിഭാഗത്തിൽ തിരിച്ചിരിക്കുന്നതായ 5 പുസ്തകങ്ങൾ, സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ 9 എണ്ണം, വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങൾ 4 എണ്ണം, പൊതുലേഖനങ്ങൾ 9 എണ്ണം. പൊതുവിനെഴുതിയ ലേഖനങ്ങൾ 9 എണ്ണം. ഒന്നുകൂടെ ഞാനത് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. പൗലോസ്ലീഹ വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങൾ 4 എണ്ണം. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലേമോൻ. പൗലോസ്ലീഹ സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസി ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ.
പൗലോസ്ലീഹ വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങൾ, ഫിലോമോൻ എഴുതിയ ലേഖനം, പൊതുവിനെഴുതിയ അപ്പോസ്തലന്മാരുടെ പൊതുവിനെഴുതിയ ലേഖനങ്ങൾ, പൊതുലേഖനങ്ങളുണ്ട്. എബ്രായ ലേഖനം പൊതുലേഖനമായിട്ട് എടുക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം പൊതുവിനുള്ള ലേഖനമാണ്. പത്രോസ് എഴുതിയ ലേഖനങ്ങൾ പൊതുവിനുള്ള ലേഖനമാണ്. യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ പൊതുവിനുള്ള ലേഖനമാണ്. യൂദായുടെ ലേഖനം, വെളിപ്പാട് പുസ്തകവും പൊതുവിനുള്ള, അതൊരു പ്രവചന പുസ്തകമാണ്. പൊതുവിനുള്ള ഒരു ലേഖനം, ഒരു പുസ്തകമാണ്. എല്ലാവർക്കും എഴുതിയിട്ടുള്ളതാണ് വെളിപ്പാട് പുസ്തകം. ഇത്രയും കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. ഞാനത് ഒന്നുകൂടെ ഒരു ക്ലാസ് കൂടെ എടുത്തുകൊള്ളാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെ ഒന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു ഔട്ട്ലൈൻ നമുക്ക് ലഭിച്ചിട്ട് ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടെ നാം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ, ഞാൻ അടുത്ത ആഴ്ചയിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെ ഒന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഈ ലേഖനങ്ങളും ഇതെല്ലാം നടക്കുന്നത്, ഈ ലേഖനങ്ങളെല്ലാം എഴുതുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ചരിത്ര സംഭവങ്ങളിലൂടെയാണ്. ആ ചരിത്ര പുസ്തകം അതാണ്. അപ്പോൾ ഏതെല്ലാം ഭാഗത്ത് വെച്ചാണ് ഏതെല്ലാം ലേഖനങ്ങൾ എഴുതിയത് എന്നുള്ളതെല്ലാം ഒന്ന് ചിന്തിക്കുമ്പോൾ അല്പം കൂടെ നമുക്ക് മനസ്സിലാകും. എല്ലാത്തിൻ്റെയും സാരം ഒന്ന് മാത്രം: സുവിശേഷങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം, അതിനുശേഷം സഭയുടെ ചരിത്രം. അത് തീർന്നിട്ടില്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും ശരിയായ സത്യവിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ആലോചനകൾ തരുന്നതായ ദൈവത്തിൻ്റെ വചനം. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ വൈദ്യനായ ലൂക്കോസ് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ക്രമത്തിൽ എഴുതുകയാണ്. സുവിശേഷത്തിൻ്റെ തുടർച്ചയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 4 സുവിശേഷങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം 4 വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വളരെ ക്രമമായി 4 സുവിശേഷങ്ങളിലൂടെ ചേർത്ത് വെച്ച് നാം ചിന്തിച്ചാൽ നമുക്കത് ക്രമമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുന്നു. യേശുക്രിസ്തു രാജാവാണ് മത്തായിയുടെ സുവിശേഷത്തിൽ. യഹൂദന്മാരുടെ രാജാവായി യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. വംശാവലിയുണ്ട്, രാജാക്കന്മാർക്ക് വംശാവലി ഉണ്ടല്ലോ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദാസനായി ചിത്രീകരിക്കുന്നു. വംശാവലിയില്ല, ഒരു ദാസനായി തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നതായ ക്രിസ്തുവിനെ ദാസനായി ചിത്രീകരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പൂർണ്ണ മനുഷ്യനായി, ദൈവം മനുഷ്യനായി തീർന്നു. ആരംഭം മുതൽ, ജനനം മുതൽ വംശാവലിയെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവപുത്രനാണ് ക്രിസ്തു. ദൈവപുത്രന് വംശാവലി ആരെഴുതാൻ? ആർക്കെഴുതാൻ കഴിയും? വംശാവലിയില്ല. അപ്പോൾ രാജാവ്, ദാസൻ, മനുഷ്യൻ, ദൈവപുത്രൻ, ഇങ്ങനെ 4 വീക്ഷണങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ് 4 സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം അത് ഏത് വിധത്തിലാണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ജനനം മുതൽ പറയുന്നുണ്ട്. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ സ്നാനം, 30-ാമത്തെ വയസ്സിൽ
യോർദാനിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നു. തുടർന്ന് മരുഭൂമിയിലേക്ക് പോകുന്നു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. യെരുശലേമിലേക്ക് വന്ന യെരുശലേമിൽ കർത്താവ് തൻ്റെ പരശുശ്രൂഷ വേല ആരംഭിക്കുന്നു, തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. നിക്കോദിമോസിനോട് വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ശമരിയാക്കാരി സ്ത്രീയുടെ അടുക്കൽ കർത്താവ് സുവിശേഷം പങ്കുവയ്ക്കുന്നു. ശമരിയർ പലരും കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. സ്വന്തം ദേശത്ത് അവരാൽ കർത്താവ് തള്ളപ്പെടുന്നു. സ്വന്തക്കാർ അവനെ തള്ളിക്കളയുന്നു. സ്വന്തം ദേശക്കാർക്ക് അവൻ വിലയില്ലാത്തവനായി മാറുന്നു. ഗലീലയിൽ നിന്നും കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുന്നു. കർത്താവ് ഉപമകളായും പ്രസംഗങ്ങളായും ജനത്തോട് സംസാരിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്നവരുടെ ഇടയിൽ അനേകം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവ് പ്രവർത്തിക്കുന്നു. മറുരൂപമലയിൽ കർത്താവ് മറുരൂപപ്പെടുന്നു. മരിച്ച ലാസറിനെ ബേഥാനിയിൽ ഉയർപ്പിക്കുന്നു. എരിഹോവിൻ്റെ വഴിയിൽ സക്കായിയെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. യെരുശലേമിലേക്കുള്ള യാത്രയിലാണത്. യെരുശലേമിൽ കഴുതയുടെ മേൽ വാഹനമേറി കർത്താവിൻ്റെ ആ ഹോസന്ന നാം കാണുന്നുണ്ട്. ജനമെല്ലാം ഹോസന്ന വിളിക്കുന്നത്, കഴുതയുടെ മേൽ വാഹനമേറുന്ന രാജാവായുള്ള എഴുന്നള്ളത്ത് പ്രവചനങ്ങളുടെ നിറവേറൽ നാം കാണുന്നുണ്ട്. അവിടെ ദൈവാലയത്തിൽ കർത്താവ് ശുദ്ധീകരണം നടത്തുന്നു. തുടർന്ന് ശിഷ്യന്മാരോടുകൂടെ പെസഹ ഭക്ഷിക്കുന്നു, അന്ത്യ അത്താഴം. ആ രാത്രിയിൽ ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നു. യൂദ ഒറ്റിക്കൊടുക്കുന്നു. ആ രാത്രിയും പിറ്റേന്നുമായി വിസ്തരിക്കപ്പെടുന്നു, ക്രൂശിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു, സ്വർഗാരോഹണം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ക്രമമായി സുവിശേഷങ്ങളിൽ കാണുന്നു. തുടർന്നും ചരിത്രം നീങ്ങുകയാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നടന്നതായ കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തുടരുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായി യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും എല്ലായിടവും ലോകത്തിൻ്റെ അറ്റത്തോളവും കർത്താവിൻ്റെ സാക്ഷികളായിത്തീരുന്നു. ആദ്യ ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗത്ത്, ഇനി സ്ലൈഡ് മാറ്റുക, ആദ്യ ഭാഗത്ത് നാം കാണുന്നത് പത്രോസിൻ്റെ പ്രവർത്തനങ്ങളാണ്. പത്രോസിലൂടെ നടക്കുന്നതായ കാര്യങ്ങൾ 1 മുതൽ 7 വരെയുള്ളതായ അധ്യായങ്ങളിൽ പ്രധാന വ്യക്തി പത്രോസാണ്. യെരുശലേമിലുള്ള യഹൂദന്മാരോട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ സുവിശേഷം പ്രസംഗിക്കുന്നു. ഏതാണ്ട് 2 വർഷം മുന്നോട്ട് പോകുന്നു. ആ കാലയളവിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും പുറത്തു നിന്നുമെല്ലാം പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ സഭയ്ക്ക് നേരിടുന്നുണ്ട്. ഇതെല്ലാം സഭ വളരാനായിട്ട് സഹായകമാകുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 ശമ്മാസന്മാർ ശുശ്രൂഷക്കാരെ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡീക്കൺസിനെ തിരഞ്ഞെടുക്കുന്നു. സ്തേഫാനോസ് പരിശുദ്ധാത്മ നിറവിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസിൻ്റെ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗം, 8-ാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണം. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണത്തെ തുടർന്ന് വലിയ പീഡനം സഭയിലുണ്ടാകുന്നു. വിശ്വാസികൾ യെരുശലേം വിട്ടുപോകുവാൻ നിർബന്ധിതരായിത്തീരുന്നു. അങ്ങനെ സഭയുടെ 2ാം ഘട്ട വളർച്ചയിലേക്ക് വരികയാണ്. യഹൂദിയ പ്രദേശങ്ങളിലും ശമര്യയിലുമെല്ലാം സുവിശേഷം വ്യാപിക്കുന്നു. 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ അതാണ് കാണുന്നത്. ആദ്യമായി യഹൂദന്മാരല്ലാത്തവർ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നു. 13 വർഷത്തോളം മുന്നോട്ട് പോയി.
ഈ കാലയളവിലാണ് സുവിശേഷം ശമരിയിലെത്തിക്കുന്നത്. ഫിലിപ്പോസാണ് സുവിശേഷം ശബരിയിലെത്തിക്കുന്നതിൽ പ്രധാന വ്യക്തിയായിട്ട് നാം കാണുന്നത്. വീണ്ടും നാം മുന്നോട്ട് വരുമ്പോൾ ഈ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി പത്രോസിന് ഒരു ദർശനം നൽകുകയാണ്. അതാണ് 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്. സുവിശേഷം ജാതികളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്വർഗം 2 ദർശനങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന് കൊർന്നല്യോസിനാണ്. 10-ാം അധ്യായത്തിലാണ് കാണുന്നത്. ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവനൊരു ദർശനം ദൈവം നൽകുകയാണ്. നീ യോപ്പയിലേക്ക് ആളയച്ച് അവിടെ പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ അവനെ വരുത്തി നീ വചനം കേൾക്കണം. ഒരു ദർശനം കൊർന്നല്യോസിന് ലഭിച്ചു. ആ സമയത്ത് തന്നെ വേറെ ഒരു ദർശനം പത്രോസിന് നൽകുകയാണ്. ദൈവത്തിൻ്റെ സ്വർഗീയമായ പദ്ധതികൾ. കാരണം പത്രോസ് അല്പം കടുത്ത യഹൂദ ചിന്താഗതിയുള്ളവനാണ്. അല്പം കടുത്ത ചിന്താഗതിയാണ് പത്രോസിനുള്ളത്. പെട്ടെന്ന് അങ്ങ് ചായുന്നവനല്ല. ദൈവത്തിനറിയാം കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നാലൊന്നും പത്രോസ് ഒരുപക്ഷെ പോയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ദൈവം ഒരു ദർശനം കൊടുത്തു. അവൻ പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. അവന് വിശന്നു. ഭക്ഷണം ഒരുങ്ങാനല്ല റെഡിയായിട്ട് അവന് അല്പം താമസമുണ്ട്, വിശപ്പുണ്ട്. പക്ഷേ അവനൊരു ദർശനം ദൈവം നൽകുകയാണ്. ആ സമയത്ത് 4 കോണും കെട്ടിയതായ ഒരു തുപ്പട്ടി, വേണമെങ്കിൽ ഒരു വലിയൊരു ടാർപോളിന് അതിനെ 4 മൂലയിലും കെട്ടി ഒരു വലിയ ചേളാവ് പോലെ ഒരു തുപ്പട്ടി പോലെ ഒന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പത്രോസ് അതിലേക്ക് നോക്കിയപ്പോൾ ഭൂമിയിലുള്ള എല്ലാ നാൽക്കാലികളുമുണ്ട്, ആകാശത്തിലെ പറവുകളുമുണ്ട്. അവനൊരു ശബ്ദം കേൾക്കുന്നു, പത്രോസേ അറുത്ത് തിന്നുക. പത്രോസ് നോക്കി, എന്തോ ഈ പറയുന്നത്? ഇതിനൊക്കെ അറുത്ത് തിന്നാനോ? ഞാൻ യഹൂദനാണ്, അശുദ്ധമായതൊന്നും ഞാൻ തൊടില്ല, അതിൻ്റെ തീരുമാനമാണ്. ഞാൻ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൊന്നും പെടില്ല, അതൊരു തീരുമാനമാണ്. അശുദ്ധമായതൊന്നും ഞാൻ തൊടില്ല. ആ തുപ്പട്ടി അങ്ങനെ തന്നെ പോയി. പിന്നെയും വന്നു. പത്രോസ് കേൾക്കുക, പത്രോസ് അറുത്ത് തിന്നുക. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം നമുക്ക് എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിലാണ് നാം ഈ സംഭവം കാണുന്നത്. അതിൻ്റെ 11 മുതലുള്ളതായ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ഒരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. 3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. പത്രോസ് അനുസരിച്ചില്ല. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ വായിക്കുന്നത്, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു.
അവർ ഒരുക്കുമ്പോഴേക്കും അവനൊരു വിവശത വന്നു. ഒരുപക്ഷെ പത്രോസ് ചിന്തിച്ച് കാണും, കർത്താവ് ഉപവസിച്ച് വിശന്നപ്പോഴാണുള്ള പരീക്ഷകൻ അടുത്ത് വന്നിട്ട്. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ പ്രലോഭനങ്ങളൊന്നും വിടില്ല, ഞാൻ യഹൂദനാണ്, ഞാനിത് തിന്നില്ല. അപ്പോൾ ദൈവം പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് വിചാരിക്കരുത്. ദൈവമാണ് സംസാരിക്കുന്നത്. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. 3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടും പത്രോസ് അത് സ്വീകരിച്ചില്ല. പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. എന്നാൽ പത്രോസ് ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്തോ കാര്യമുണ്ടല്ലോ ഇതിനകത്ത്, എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച ആളുകൾ ശീമോൻ്റെ വീടാണോ എന്ന് ചോദിച്ചുകൊണ്ട് വാതിൽക്ക് മുട്ടുകയാണ്. ശീമോൻ്റെ വീടാണോ, ശീമോൻ പാർക്കുന്ന വീടാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ട് വാതിൽക്കൽ മുട്ടുകയാണ്. അപ്പോൾ ദൈവം സംസാരിച്ചു, നീ അവരുടെ കൂടെ പോവുക, നീ എഴുന്നേറ്റ് അവരുടെ കൂടെ പോവുക. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോവുക എന്ന് പറഞ്ഞു. ഒരു വലിയ വെളിപ്പെടുത്തൽ സ്വർഗം നൽകുകയാണ്. ഞാൻ ഈ വാക്കുകൾ പറയാൻ അല്പസമയമെടുത്തത്, നമുക്കും ഇങ്ങനെയുള്ളൊരു വെളിപ്പാട് കിട്ടണം. എന്താണ് വെളിപ്പാട്? അതാണ് മനപ്പാഠം പഠിക്കാൻ ക്രമീകരിച്ച വാക്യം, 10-ാം അധ്യായം 34-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിച്ചവനാണ്, ആത്മനിറവിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. എന്നാൽ ആത്മീയത്തിന്റെ ആഴങ്ങൾ സ്വർഗത്തിൽ ദൈവം പിന്നെയും ആഴമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം മാനസാന്തരപ്പെട്ടവരാണ്, വചനം കേട്ടവരാണ്, ആത്മാവിൻ്റെ അനുഭവങ്ങൾ ധാരാളം പ്രാപിച്ചവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരം കിട്ടി, ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടതായൊരു കൂട്ടായ്മ ദൈവം നമുക്ക് തന്നു. എന്നാൽ തീർന്നില്ല, സ്വർഗം പിന്നെയും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, സ്വർഗം പിന്നെയും നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു, സ്വർഗം പിന്നെയും നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്വർഗം പിന്നെയും നമുക്ക് ചില വെളിപ്പാടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ തീരുന്നില്ല. ഇവിടെ പത്രോസ് യഥാർത്ഥമായ ചില കാര്യങ്ങൾ ഗ്രഹിക്കുകയാണ്. ചില വർഷങ്ങൾ മുന്നോട്ട് പോകുന്നത് നാം ഓർക്കണം. എന്താണ് ആഴങ്ങളിലേക്ക് ദൈവം പത്രോസിനെ കൊണ്ടുപോകുന്നത്? ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. സുവിശേഷം എന്നുള്ളത് ഒരു കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല സുവിശേഷം. പത്രോസ് ആത്മനിർവ്വളവനായിരുന്നു, സുവിശേഷ വില ചെയ്തുകൊണ്ടിരുന്നവനായിരുന്നു. എന്നാൽ യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടവും ശമര്യയിലും ഒതുങ്ങി നിൽക്കേണ്ടതല്ല സുവിശേഷം. അത് ലോകത്തിൻ്റെ അറ്റത്തോളവും കടന്നു ചെല്ലേണ്ടതാണ് സുവിശേഷം. അതിരുകൾ വിസ്താരമാക്കുകയാണ്. സുവിശേഷത്തിൻ്റെ അതിരുകൾ വിസ്താരമാക്കേണ്ടതിന് ഏത് ജാതിയിലും
ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതായ സത്യം വെളിപ്പെടുത്തേണ്ടതിന് ഒരു ദർശനം ദൈവം നൽകുകയാണ്. സുവിശേഷം പരക്കുകയാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം പരക്കുന്ന ഒരു വലിയ വാതിൽ തുറക്കുകയാണ് ഈ സംഭവത്തോടുകൂടെ. പത്രോസ് കൊർന്നല്യോസിനെ വീട്ടിൽ ചെന്നപ്പോൾ ചാർച്ചക്കാരെല്ലാം കൂടിയിരിക്കുന്നു. ദൈവം പറയാൻ ഏൽപ്പിച്ചത് അവരോട് പറയുന്നു. ആ വാക്കുകളെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ആ വചനത്തിന് കീഴ്പ്പെട്ട എല്ലാവരും ആത്മനിറവുള്ളവരായി മാറി സുവിശേഷം ജാതികളിലേക്ക് പരക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വാക്കുകൾ നിർത്തട്ടെ. കർത്താവേ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെടുന്നവർക്ക്, അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നുള്ളതായ ആ സത്യത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ട് ആത്മഭാരമുള്ളവരായി നിന്റെ വേലയിലേക്ക് പോകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. തലകളെ ഉണക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ കുടിലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗീയ സ്നേഹത്തിൻ്റെ വെളിപ്പാട് ഞങ്ങൾക്ക് തരണമേ. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. അവിടുന്ന് എല്ലാവരോടും മനസ്സലിയുന്ന ദൈവമാണല്ലോ. ഇന്ന് ഞങ്ങൾ നിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളോട് അവിടുന്ന് ഇടപെടുന്ന സ്നേഹത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ നീതി ദൈവമാകിയാൽ സ്തോത്രം. അവിടുന്ന് മുഖപക്ഷമില്ലാത്ത ദൈവമായിരിക്കിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് അവിടുന്ന് ഈ ഭാഗ്യം തന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ മുഖത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.